പൾസറിനെ കോടതിയോട് ഓടിച്ച് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. കുറച്ച് അതൊക്കെ നമ്മൾ നന്നായിട്ട് കാര്യം. ഹലോ ഗൈസ്, ദിലീപ് കുറ്റാരോപിതനായ കേസിൽ നടിയെ ആക്രമിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന ഒരാളാണ് പൾസർ സുനി. ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ദിലീപ് ഇപ്പോഴും കുറ്റാരോപിതനാണ്. അദ്ദേഹം പ്രതിയാണെന്നുള്ള വിവരം പബ്ലിക്കിലേക്ക് എത്തിയിട്ടില്ല. ഇതിന്റെ വിധിയോടുകൂടിയ ദിലീപ് കുറ്റാരോപിതനാണോ പ്രതിയാണോ നമുക്ക് അറിയാൻ പറ്റൂ. നമുക്ക് പൾസർ സുനിയുടെ അമ്മ പറയുന്നത് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയോ സത്യമാണ്. എന്റെ മോനെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറയിപ്പിക്കും. ദിലീപിന് പൾസർ സുനിക്ക് കിട്ടുന്നതിനെക്കാട്ടി വലിയ ശിക്ഷ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവർക്കൊന്നും ശിക്ഷ കിട്ടില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ അതുപോലെയുള്ള വക്കീലുമാര്, അതുപോലെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ എല്ലാവരും. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് നല്ല വക്കീലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ദിലീപ് പിടിക്കപ്പെടുകയെന്നാണ്. അതായത് നമ്മൾ കണ്ടായിരുന്നു ദിലീപിന് ജാമ്യം കിട്ടിയത്, വളരെ പെട്ടെന്നാണ് ജാമ്യം കിട്ടിയത്. സാധാരണക്കാരനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ജാമ്യം കിട്ടില്ല. ദിലീപിന് ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാക്ഷി കൂറുമാറി. അതുകൊണ്ട് മാത്രമല്ല കുറെ പിടിപാടും ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടിയത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടില്ല. എല്ലാവരും ഈ ഇപ്പൊ ചാനൽ അവിടെ ഇവിടെയൊക്കെ പറയുന്ന ആൾക്കാർ കണ്ടിട്ട് പോലുമില്ല. എന്നാലും പറയുന്നത് എന്താ, ദിലീപേട്ടന് വക്കീൽ അമ്മയുണ്ട്, അച്ഛനില്ല, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സത്യം പറയുവാണെങ്കിൽ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഇവരുടെ അവസ്ഥ പൾസർ സുനിയുടെ അമ്മയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റപ്പെടുത്തൽ ഉണ്ടായി കാണും. പൾസർ സുനിയോടുള്ള ദേഷ്യം ഒരിക്കലും ഇവരോട് തീർക്കരുത്. കാരണം ഇവരൊന്നും അറിയാത്തൊരു പാവ സ്ത്രീയാണ്. പൾസർ സുനി ചെയ്ത കാര്യം ഇവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ പൾസർ സുനിക്ക് അമ്മയില്ല, ആരുമില്ല, കുടുംബമില്ല, വീടുമില്ല. അവനോ ഏറ്റവും ലോകത്തെ ഏറ്റവും കൊള്ളില്ലാത്ത അങ്ങനെയല്ലേ. പൾസർ സുനിയെ കൊണ്ട് ദിലീപ് കുറ്റം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് പൾസർ സുനിയേക്കാൾ വലിയ കുറ്റവാളിയാണ്. കാരണം കുറ്റം ചെയ്യുന്നതിനേക്കാൾ ക്രിമിനലിസമാണ് കുറ്റം ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും ദിലീപ് കുറ്റം ചെയ്യിപ്പിച്ചു എന്ന് പറയുമല്ല. ദിലീപ് കുറ്റം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ക്രിമിനൽ, അത് ഉറപ്പാണ്. കുടുംബമില്ല, വീടുമില്ല. അവനോ ഏറ്റവും ലോകത്തെ ഏറ്റവും കൊള്ളില്ലാത്ത അങ്ങനെയല്ലേ ചാനലിലൊക്കെ പറയണേ. ദിലീപ് നല്ലവനും സുനിൽ മാത്രം ചിന്തക്കാരനാണ്. ചാനലിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചാനലിൽ ഡിബേറ്റിന് വന്നപ്പോഴത്തേനും ആരെങ്കിലും പറഞ്ഞു കാണും, അത് കേട്ടതായിരിക്കും. കോടതിയോട് ഓടിച്ച് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. കുറച്ച് അതൊക്കെ നമ്മൾ നന്നായിട്ട് കാര്യം. എല്ലാത്തിലും എന്താ പറയാ, ഈ കോടതി ഒന്നും അല്ല, വേറൊരു കോടതി ഉണ്ടാവും. ഇവർക്കുണ്ടല്ലോ, ഈ ജയിച്ചവർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഇവര് സ്വന്തം മകനെ ന്യായീകരിക്കുമല്ല. ഇവർക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. മകനല്ലേ കോടതി കൂടെ അടിയൊക്കെ കൊടുത്ത് പിടിച്ചോണ്ട് പോകുമ്പോഴത്തേനും ഒരമ്മയ്ക്ക് കണ്ടാൽ സങ്കടം തോന്നും. മാത്രമല്ല ഇവനെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിച്ച ആൾക്കാരൊക്കെ പുറത്ത് വെറുതെ നടക്കുകയാണ്. അത് ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. ഇവർ പറയുന്നുണ്ട് അവർക്ക് എങ്ങനെയാണെങ്കിലും കോടതി അവരെ വെറുതെ വിട്ടാലും ദൈവത്തിന്റെ കോടതി അവരെ ശിക്ഷിക്കുമെന്ന്. പക്ഷേ എത്ര വലിയമാരാണെങ്കിലും ആക്രമിക്കപ്പെട്ട ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വേദന വിഷമം എങ്ങനെയായാലും സുനിയോട് എന്തോരം ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പൊട്ടുവിട്ടാളെ എങ്ങനെയല്ല കുട്ടിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇത്രയായി ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നടിക്ക് എങ്ങനെ സംഭവിച്ചിൽ, അതായത് തന്റെ മകൻ കാരണം ആ നടിക്ക് എങ്ങനെ സംഭവിച്ചിൽ ഇവർക്ക് സങ്കടമുണ്ട്. ഇവർ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, തന്റെ മകൻ ഇതിൽ പ്രതിയാണ്. തന്റെ മകനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാരാണെന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് നടിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അത് അറിയാനും തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ കുറെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു, ഹി വാസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിൽ എന്റെ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാൻ പറയണോ വേണ്ടോ, കേസ് നിൽക്കല്ലേ, കേസ് തീർന്നിട്ട് പോരെ. എനിക്ക് കേസ് തീരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാലേ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണ്. ഇതിന്റെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ കേസ് സത്യമാണെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർ കേസ് പഠിച്ചിട്ട് ഇവരുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ കേസ് ഇത്രയും നാളും മനഃപൂർവ്വം നീട്ടിക്കൊണ്ട് പോയതാണ്. മാത്രമല്ല ഈ കേസ് കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ചീട്ടുകൊട്ടാരം പോലെ തകരും, ഒരിക്കലും ദിലീപ് ശിക്ഷിക്കപ്പെടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ജയിലിൽ വെച്ച് ദിലീപിന് സ്പെഷ്യൽ ഫുഡ് കരിക്കൊക്കെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള പ്രതികൾക്ക് കൊടുക്കാത്ത കൺസിഡറേഷൻ ദിലീപ് പ്രതിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ദിലീപിന് കൊടുത്തിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറ്റം ചെയ്യാത്ത എത്രയോ പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉള്ളപ്പോൾ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് തെറ്റല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അല്ല, അത് തെറ്റ് തന്നെയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തതെന്ന്. സാധാരണക്കാരന് ഒരിക്കലും ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടുകയില്ല. പക്ഷെ ഒരു ദിവസം ഇവർ പറയുന്ന സത്യമാണെന്ന് തെളിയുവാണെങ്കിൽ സമൂഹം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ഈ സ്ത്രീ ആയിരിക്കും. ഇതിന്റെ ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു. പക്ഷെ അവർക്കൊക്കെ അത് അറിയാമെന്നുള്ളതാണ് എനിക്ക്. അവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം. പക്ഷേ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. അത് നടക്കട്ടെ, കേസല്ലേ നടക്കട്ടെ, അതൊക്കെ ആയിരിക്കും. പക്ഷേ നടക്കട്ടെ എന്നുള്ള ഇവർ ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് അത് മന്ത്രിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചെന്നാണ് പറയുന്നത്. അവർക്കെല്ലാം അറിയാം ദിലീപ് നിരപരാധിയാണെന്ന് അറിയാമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ അഭിപ്രായമാണ് ഇവർ പറയുന്നത്. സത്യമായിരിക്കാം, നുണയായിരിക്കാം, നമുക്കത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു. ഒരു പെൺകുട്ടിയെ പിടിച്ച കാര്യമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടിയാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ, ജയിലിൽ ഇങ്ങനെ അവസാന നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. പിന്നെ ആളുകളോട് ചോദിച്ചു, ഞാൻ കേസ് പഠിച്ചു, അതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എല്ലാം ഇപ്പോൾ ക്ലിയർ ആണ്.
സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെ ഇരയെ എതിർത്ത് പറയുമ്പോഴത്തേനും അതിനെതിരെ കേസ് ഉണ്ടാവും. പക്ഷെ ഇവർക്കെതിരെ ഒരു കേസും ഉണ്ടായില്ല. ഇവർ പറയുന്നതിൽ സത്യമുണ്ടോ അതോ പഴയ പോലീസ് ആണെന്നുള്ള കൺസിഡറേഷൻ ആണെന്ന് എനിക്കറിയില്ല. പലരും പറഞ്ഞു ഇവർക്കെതിരെ നടപടി എടുക്കും, പക്ഷെ ഒരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടായില്ല. അത് ഇവർ പറയുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് എനിക്കറിയില്ല. കാരണം അത് കോർട്ടിലെ വിധി വരണം. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പക്ഷം പിടിക്കാതെയും ആരുടെയും ഭാഗത്തു നിന്ന് സംസാരിക്കാതെയും ഈ വീഡിയോ ചെയ്തത്. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.